Hello friends, welcome back to Shera's Kitchen and Craft World. ഞാൻ ഇന്നിവിടെ ഒരു ക്രേപ്സ് വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു 2 കിലോ ക്രേപ്സ് ഉപ്പിലിട്ട് കഴുകി ഞാനിങ്ങനെ ഉണക്കാനായിട്ട് ഒട്ടും വെള്ളം ആകാൻ പാടില്ല, അതുകൊണ്ട് ഇന്ന് ഉണക്കി ടർക്കിയിലോട്ട് ഞാനിങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ 2 കിലോ പഞ്ചസാര, 2 കിലോ ക്രേപ്സിന് 2.5 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു 18 കപ്പ് വെള്ളത്തിൽ അലിയിച്ചെടുത്ത് ജസ്റ്റ് ചൂടാക്കി അലിയിച്ചെടുത്താൽ മതി. അങ്ങനെ ആറാനെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് 18 കപ്പ് വെള്ളം എന്ന് പറയുന്നത് നമ്മൾ മെഷർമെൻറ്റ് കപ്പ് കേക്കിനൊക്കെ എടുക്കുന്ന മെഷർമെൻറ്റ് കപ്പാണ് 250 ml എന്നിട്ടാണ് എടുത്തത്. നമുക്കൊരു പിടി ഗോതമ്പ് വേണം, ഒരു മുട്ടയുടെ വെള്ള വേണം, പിന്നെ ഒരു ടീസ്പൂണ് ഈസ്റ്റ് വേണം. ഇത്രയും മതി. നമ്മൾ 21 ദിവസമാവുന്ന വൈനാണ് ഇടുന്നത്. അതിന് വേണ്ടി ഞാനൊരു ഭരണി എടുത്തിട്ടുണ്ട്. ഗ്ലാസിൻ്റെ ഭരണിയാണ് എൻ്റെ ഉള്ളത്. നമുക്ക് ഓരോ മുന്തിരിങ്ങ ഇങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒരു പിടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴുകി വാരി വെയിലത്തിട്ട് ഉണക്കിയതായിരിക്കണം. ഒരു പിടി മതി. നമുക്ക് ഒരു സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മുടെ നല്ല പൊടിയായിട്ടുള്ള ഈസ്റ്റാണ് കിട്ടുന്നത്. അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചുമ്മാ നടക്കിയതിന് ശേഷം നമ്മൾ പഞ്ചസാര അരിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 21 ദിവസം കഴിഞ്ഞിട്ട് ഇതിന് തുറക്കത്തുള്ളൂ. ഇളക്കൊന്നുമില്ല ഇടയ്ക്ക്. ഹലോ ഫ്രണ്ട്സ്, 21 ദിവസത്തിന് ശേഷം നമ്മുടെ വൈൻ ഇങ്ങനെ ആയിരിക്കുകയാണ്. ഞാൻ 21 ദിവസത്തിന് ശേഷമാണ് ഇത് തുറന്നത്. നമുക്കിനി നല്ലതായിട്ട് ഇത്രയും ദിവസം നമ്മൾ ഇളക്കിയിട്ടില്ല. നമുക്ക് നല്ലതായിട്ട് അടിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മൾ തടിത്തവിയിട്ട് നല്ലതായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ 2 പ്രാവശ്യം അരിച്ചെടുക്കണം. ആദ്യം നമ്മൾ കുറച്ചുകൂടെ കണ്ണിയുള്ള അരിപ്പയിട്ട് അരിച്ചെടുക്കുക. പഞ്ചസാര നമ്മൾ കുറച്ച് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് 1/2 കപ്പ് വെള്ളത്തിൽ നമ്മളൊരു ചൂടാച്ചോളം വരെ വൈനൊക്കെ ഒഴിക്കാൻ വേണ്ടി നമുക്ക് ചെയ്ത് വെക്കാം. നമ്മളിനി അരിച്ച് വെച്ച എണ്ണത്തോട്ട് ഒരു കാച്ചി വെച്ചിട്ട് അത് ആറിയിട്ടുണ്ട്. നമുക്കിനി അത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇത് നമ്മൾ തോർത്തോ എന്തെങ്കിലും ഇതുപോലുള്ള തുണിയിട്ട് നമുക്ക് ഒന്നുകൂടി ഇത് അരിച്ചെടുക്കണം. ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളുടെ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. 21 ദിവസം കൊണ്ട് ഒരു പാടുമില്ല. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഷെറാസ് കിച്ചൻ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.